ഹലോ. ആ മാഡം, അത് ഇന്നലെ തന്നെ സബ്മിറ്റ് ചെയ്തതാണല്ലോ. കിട്ടിയില്ലേ? അനുസരിക്കാൻ കൊടുത്തതാണല്ലോ. മാഡത്തിന് ടേബിളിൽ വെക്കാൻ പറഞ്ഞു. ഹലോ, സോറി മാം, ഞാൻ നോക്കാം. ഹലോ ഹലോ ഹലോ. നാശോ. അയ്യോ, സോറി സോറി. ഇടോ, ഞാൻ കണ്ടില്ലായിരുന്നു. കുറച്ച് സ്ട്രെസ് ഔട്ട് ആയിപ്പോയി. ഫ്രണ്ട്സ് പറഞ്ഞിട്ടായി ജോഗിങ് ഒക്കെ. എൻ്റെ പേര് പ്രണവ്. ആ, ഞാൻ സജ്ന. ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുള്ളല്ലോ. ഞാനൊരു മോട്ടിവേഷൻ സീക്കർ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ മോട്ടിവേഷൻ ഭയങ്കര കുറവാണ്. സോ അത് അന്വേഷിച്ചിങ്ങനെ നടക്കും. മനസ്സിലായില്ല. ഈ ലോക്ക്ഡൗണിന് ശേഷമേ മൊത്തത്തിൽ മടുപ്പാ. അപ്പോൾ അത് മാറ്റാനുള്ളൊരു തത്രപ്പാടില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ നടക്കും. റീഡിങ് ഹാബിറ്റ് ഉണ്ടോ? 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. പിന്നെ വായന, സിലബസ്, ന്യൂസ് പേപ്പർ, ഇപ്പോൾ ഒട്ടുമില്ല. സ്ട്രെസ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പേടിക്കണ്ട, വാങ്ങിച്ചോ. ഞാൻ ഡെയിലി ഉണ്ടാവാറുണ്ട്. വായിച്ചിട്ട് തിരിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് തിരിച്ചു തരാം. വായിച്ചിട്ട് മതി. ഓക്കെ, എന്നാ ബൈ. ജോലി നടക്കട്ടെ. അയ്യോ, മറന്നുപോയി. എന്നാ ശരി, പോയിട്ട് വരാം. ബൈ. ആഹാ, ഹായ്. ഹായ്. ഞാൻ ഇന്നലെ തന്നെ വായിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? ചേതൻ ഭാഗത്തിന്റെ ഹെഡിങ്ങും ബഷീറിന്റെ എടുത്തു. 6ാമത്തെ പേജ് വരെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷെ 7ാമത്തെ പേജ്, 7th പേജ്, ഐ ലവ്ഡ് ഇറ്റ്. എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നേ? പക്ഷെ എഴുത്തുകാരന്റെ പേരാ കേട്ടോ ഹൈലൈറ്റ്. RIBHN.IN. ഇതെങ്ങനെയാ വായിക്കുന്നേ? ആ അല്ല, തൻ്റെ ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? പറയാൻ എന്തിരിക്കുന്നു. എന്താ? പോവാനൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നേ. ഭയങ്കര മടിയാ. എൻ്റെ നാടി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലാട്ടോ. ഒരിക്കൽ നാട്ടുകാരെല്ലാം കൂടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ മടിനെ കണ്ടാത്തുള്ള ഒരു മത്സരം നടത്തി. എന്നിട്ട് നാടായ നാടുകൊത്ത് അവരലഞ്ഞു, പോസ്റ്റർ ഒട്ടിച്ചു, മൈക്കിൽ വിളിച്ചു പറഞ്ഞു. അവരവസാനം പഞ്ചായത്തിലെ ഏറ്റവും വലിയ മടിയനെ കണ്ടുപിടിച്ചു. ആരാള്? ആരായിരിക്കും? ഇയാളാണോ? അത് പൊളിച്ചു. എന്നിട്ടെന്താ? അവാർഡ് ദാനത്തിന് സ്റ്റേജ് കെട്ടി, ആള് കൂടി, സമാധാനത്തിന് മുഖ്യമന്ത്രി വരെ വന്നു. വിന്നറെ അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ പോയില്ല. അതെന്താ? മടിയായിരുന്നു. ഏറ്റവും വലിയ മടിയുള്ള അവാർഡ് വാങ്ങാൻ വരെ എനിക്ക് മടിയായിരുന്നു. ശരിക്കും മുഖ്യമന്ത്രിയൊക്കെ വന്നോ? മുഖ്യമന്ത്രി വന്നില്ല, പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. മതി മതി, ഞാൻ വിശ്വസിച്ചു. നോണയല്ല. ഞാൻ പൊക്കോട്ടെ, ഓഫീസിൽ പോണം. എന്താ വേണോ? ഒന്ന് വായിച്ചു നോക്കട്ടെ. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഇത് ശരിക്കും കൊള്ളാലോ. നല്ല ബുക്ക്. സെയിം റൈറ്റർ ആണല്ലോ. അതെ, വായിച്ചിട്ട് എങ്ങനെയുണ്ട്? സ്ട്രെസ് പറയുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ഓഫീസിൽ പോയി മൂഡ് വരുന്നില്ല. ആ പറയട്ടെ തള്ളനെ ഓർമ്മ വരും. അതിനൊരു വഴിയുണ്ട്. ഇന്നലത്തെ പോലെ മടിക്കഥയാണോ? മടിക്കഥയൊന്നുമല്ല, മടി ഓവർകം ചെയ്യാനുള്ള കഥ. കേക്കട്ടെ. എനിക്ക് മടി ഉള്ളതുകൊണ്ടേ ഞാൻ കോളേജിൽ പോക്ക് ഭയങ്കര കുറവായിരുന്നു. എന്നിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം ഒരു 2013. രാവിലെ എനിക്ക് ബസ്സിന് പോകണം. അപ്പം അതിനൊരു മൂഡില്ല. സോ ബസ് സ്റ്റോപ്പിൽ ഒരു കൃഷി ഉണ്ടാക്കി. തീർന്നില്ല, ബസ്സിൽ പോട്ടെ. അപ്പോൾ ബസ്സിലൊരു കൃഷി, കോളേജിലൊരു കൃഷി, ക്ലാസ്സിലൊരു കൃഷി, തിരിച്ചു വരുന്ന ബസ്സിലൊരു കൃഷി. അങ്ങനെ 5 പെൺപിള്ളേരെ അവരറിയാതെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ അവരെ കാണാൻ വേണ്ടി കോളേജിൽ പോകണമല്ലോ. സോ സിമ്പിൾ.
പിന്നെ അങ്ങോട്ട് 100% അറ്റൻഡൻസ് ആയിരുന്നു. ഞാൻ ആരാ മോൻ? എടാ ബുദ്ധിമാനേ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഐഡിയ താനൊന്ന് പയറ്റി നോക്ക്. എങ്ങനെ? താ ഒന്ന് കണ്ണടച്ച്. അടച്ചു. ഓക്കെ, ക്യാബിനാണോ പോകാറ്? അതെ. ആ, അപ്പോൾ ഫസ്റ്റ് ക്രഷ് ക്യാബ് ഡ്രൈവർ. കുമാരേട്ടാ, ഐ ലവ് യു. പറത്തു കുമാരേട്ടാ. ഇനി റിസപ്ഷനിസ്റ്റ്. ഇനി ചെയ്യേ. എടാ എന്താണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്? ഐ ലവ് യു. കമ്പനി ലോസിലാന്ന് എനിക്ക് അറിയാൻ പാടില്ലേ? ഐ ലവ് യു. ആരെയും കേൾക്കും. ഐ ലവ് യു. ഇനി എന്താ പ്രശ്നം? മാനേജർ. മാനേജറെ പ്രേമിക്കുന്നേ? മാനേജർ മേഡവാ. അതിനെന്താ പ്രശ്നം? അതെന്താ പ്രശ്നം? നല്ല മോളല്ലേ, ഒന്ന് പോയി അപ്പുറത്തിരിക്കോ? എന്നെ ഇഷ്ടമാണെന്ന് പറ, എന്നാ ഞാൻ പോയേക്കാം. ശരി, ഇഷ്ടാണ്. ഐ ലവ് യു. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. എത്ര ഉള്ളു പരിപാടി? എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, അല്ല ബുക്ക്. ഓക്കെ, അപ്പൊ ശരി, ബൈ. ബൈ. ഞാൻ കുറെ അന്വേഷിച്ചു. ഞാൻ ഓൺലൈനൊക്കെ നോക്കി. ഇങ്ങനെ ഒരാളുണ്ടോ ശരിക്കും? ഞാനേ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ആ, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഈ ബുക്സൊക്കെ ഓ, ഞാൻ അവനോട് വെച്ച് ഇപ്പോൾ അവനവരെ ഗിഫ്റ്റ് കൊടുത്തെന്ന് അവൻ പറഞ്ഞത്. അത് ശരി. ഞാൻ നാളെ പോകും. എന്താ പെട്ടെന്ന്? അല്ല, പോണം. ഓ, മോട്ടിവേഷൻ തേടി പോകുന്നതായിരിക്കും അല്ലേ? തൻ്റെ നമ്പർ ഒന്ന് തരുമോ? നാളെ തരാം. ശരി. ഹേയ് രാവണി, ഇതെന്താ ജിത്തു ജോസഫിന്റെ പടത്തിലെ ട്വിസ്റ്റാ? മൂന്നാമത്തെ ബുക്ക് വായിക്കുമ്പോൾ തന്നെ എനിക്ക് താനാ എഴുതിയെന്ന് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? താൻ പറഞ്ഞ കഥകൾക്കും തന്റെ എഴുത്തിനും ഒരേ രീതി. പിന്നെന്താ പറയാതിരുന്ന? എവിടെ വരെ പോകും നോക്കണമല്ലോ. എന്നിട്ട്
എവിടെ വരെ പോയി? ഇവിടെ വരെ. എവിടെ വരെ? ഉം. അപ്പോ ഗേൾഫ്രണ്ട് ആയില്ലേ? സ്ട്രേഞ്ചേഴ്സ് തുടങ്ങി ഗേൾഫ്രണ്ടായി. എഴുത്തിന്റെ ഫാനും എഴുത്തുകാരന്റെ ഗേൾഫ്രണ്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ചോദിക്കും. ആ ചോദിക്ക്. ഇതെന്താ ലോകത്തെങ്കിലത്തൊരു പേര്? അതും വായിക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. ചോദിക്കാം. ഏ? ആ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കാം, പ്രത്യേകിച്ച് പെൺപിള്ളേര്. എടാ കാലമാടാ കാട്ടുകോഴി.